മോർണിംഗ് ഗായ്സ്. അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ബൈക്ക് സർവീസ് ചെയ്യാൻ വന്നത് ഇവിടെ സുസുക്കിയുടെ സർവീസ് സെൻറ്ററിൽ വന്ന് സർവീസ് ചെയ്തിട്ട് പോകും. ഞാനപ്പം ഒരു വീഡിയോ ഇതിന് മുമ്പ് എടുത്തായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അത് കറക്റ്റായിപ്പോയി ഫയൽ. ഞാൻ മറ്റേ എൻ്റെ അടുത്തിരിക്കുന്ന ഡുക്കാട്ടി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ വണ്ടി എടുത്തു, സുസുക്കി GSX S1000. നല്ല കിടിലൻ വണ്ടി. അപ്പോൾ ഞാൻ ഡുക്കാട്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, നല്ല ഫീലൊക്കെ ഉള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ആയിട്ട് റൈഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരിക്കലും മടുക്കാത്തൊരു വണ്ടിയായിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് എൻ്റെ വലുപ്പത്തിനും എൻ്റെ ഹൈറ്റിനും ഭയങ്കര ചെറിയ വണ്ടിയായിരുന്നു. മോൺസ്റ്ററായിരുന്നു എൻ്റെ അടുത്ത്. ചെറുതായിട്ടൊന്ന് റൂട്ട് മാറിപ്പോയി. ഓക്കെ, ഒരു തെറ്റിപ്പോയി തെറ്റിപ്പോയി. സർവീസ് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടോ. അവൻ്റെ സൗണ്ട് രക്ഷയില്ല. സൗണ്ട് ഒന്ന് കുറഞ്ഞു കേട്ടോ. സർവീസിന് കൊടുക്കുന്നതിന് മുമ്പ് നല്ല മാറിയ സൗണ്ടായിരുന്നു. ഞാൻ പഴയ എഞ്ചിനോട് അതൊന്നും അറിയത്തില്ല. വണ്ടി തിരിക്കട്ടെ. പാരമറ്റ ഇവിടുത്തെ ഇന്ത്യ പോലത്തെ സ്ഥലം. ഇവിടുത്തെ ഇന്ത്യ തന്നെ, ഇവിടുത്തെ ഇന്ത്യക്കാർ മൊത്തം, ഓസ്ട്രേലിയയിലെ ഇന്ത്യക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അതിൻ്റെ നമുക്ക് ട്രാഫിക്കിൽ അറിയാനും പറ്റും. അപ്പോൾ നല്ല സ്മൂത്തായിട്ടോ സർവീസിന് ശേഷം. അല്ലാതെ തന്നെ ഭയങ്കര റിഫൈൻമെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡുക്കാട്ടിയിൽ നിന്ന് ഇതിലോട്ട് മാറിയപ്പോൾ ഫസ്റ്റ് ഫീൽ ചെയ്ത് ആ വൈബ്രേഷൻ അങ്ങോട്ട് ഓഫായ പോലെ, പെട്ടെന്ന് എന്തൊരു സാധനം സ്വിച്ച് ഓഫ് ആക്കിയ പോലെ. സുസുക്കിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സുസുക്കിയോട് അത്ര ഇതില്ലായിരുന്നു കേട്ടോ. സുസുക്കി എനിക്ക് ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടേക്കായിരുന്നു. എനിക്ക് പിന്നെ യമഹയൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. യമഹയും കവാസാക്കി പിന്നെ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കവാസാക്കിക്ക് എഞ്ചിനിൽ നിന്ന് ടാപ്പറ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിക്കുണ്ട്. ഡുക്കാട്ടിക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബൈക്കിന് പൾസറിനൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ എല്ലാത്തിനും ഉണ്ട്. കവാസാക്കിക്കും ഉണ്ട് നന്നായിട്ട് എഞ്ചിൻ സൗണ്ട്. ഈ വണ്ടിക്കൊക്കെ എക്സോസ്റ്റിൽ നിന്ന് മാത്രമേ സൗണ്ട് ഉള്ളൂ. എനിക്ക് വിശ്വസിക്കാനില്ല. സുസുക്കിയുടെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ റിഫൈൻമെൻറ്റാണ്. ആകെ സൗണ്ട് വരുന്ന എക്സോസ്റ്റിൽ. ഞാനിപ്പോൾ ബി മോഡിട്ട് ഓടിക്കുന്നത്. ABC 3 മോഡാണ്. രാവിലെ നല്ല മഴയായിരുന്നേ. ഇപ്പോൾ ഭാഗ്യത്തിന് മഴയൊക്കെ ഉണ്ട്. രാവിലെ ഞാൻ 4 വിളിച്ചു ഇങ്ങോട്ടൊക്കെ. ഒന്നാമത് ആലോചിച്ചപ്പോൾ വിൻ്ററും 4 ഡിഗ്രി എങ്ങാണ്ടായിരുന്നു. 4 ഡിഗ്രി വിൻ്ററിനകത്താണ്, പിന്നെ മഴ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ ഡുക്കാട്ടി കൊടുത്തപ്പം എടുത്ത വീഡിയോയ്ക്കകത്ത് അതിനകത്ത് ഞാൻ ക്ലിയറായിട്ട് എനിക്ക് ശരിക്കുള്ള എക്സ്പ്രഷൻ എനിക്ക് വന്നുപോയി. വണ്ടി ഓടിച്ചപ്പോഴുള്ള സന്തോഷം, എൻ്റെ എന്തൊരു ശാന്തത. അതായത് ഇൻലൈൻ ഫോറായിട്ട് ഇത്ര വൈബ്രേഷനുള്ള എഞ്ചിനിന് ഒരു സൗണ്ട് ഇല്ല, എല്ലാം ജസ്റ്റ് എക്സോസ്റ്റ് മാത്രം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി പച്ച വരുമെന്ന് അറിയില്ല. സൈഡായാലും നല്ല വെയിറ്റുള്ള വണ്ടി വരുമ്പോഴാണ് സാധാരണ പച്ചയാലും വരുന്നത്. ആ ഗോപ്രോ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഞാൻ ഗോപ്രോ ഇപ്പോൾ കൊണ്ട് ഒട്ടിച്ചതേ ഉള്ളൂ ഹെൽമെറ്റിൽ. കാരണം ചിമ്മൗണ്ട് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ടാങ്കൊന്നും കിട്ടുന്നില്ല.
ശരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലോ കേട്ടോ സുസുക്കിക്ക് ഇത്രയും റിഫൈൻഡ് എഞ്ചിൻ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തോലുമില്ല. നാട്ടിലത്തെ സുസുക്കി നമ്മൾ ഓടിച്ചിട്ടുണ്ട്, അതേപോലെയല്ല ഇതൊരു ഇൻലൈൻ 4 ആയിട്ടൊക്കെ കവാസാക്കിയുടെ ഒക്കെ ഇൻലൈൻ 4 ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. ചെറുപ്പം തൊട്ടേ നമ്മുടെയൊക്കെ ഡ്രീം ബൈക്ക് ഹയാബുസ ഒക്കെ സുസുക്കിയുടെ റൂമൊക്കെ കണ്ടതിന് ശേഷം സുസുക്കി ഹയാബുസ GSX-R1000 ഇപ്പോൾ ഇവൻ്റെ എടുത്തപ്പോൾ ഏകദേശം ആ ഒരു ഡ്രീമൊക്കെ ഒരു ഫുൾഫിൽ ആയ പോലെ. കാരണം പിന്നെ ഇവൻ്റെ എന്താ വെച്ചാൽ ഞാൻ GSX-R ഒക്കെ എടുക്കാൻ GSX-R നോക്കിയായിരുന്നു, അത് കിട്ടാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ അത്ര റേറ്റ് ഇല്ലല്ലോ, ഇവിടെ സെയിം ഒരു 8 ലക്ഷം കൊടുക്കുമ്പോൾ തന്നെ GSX-R 8 കിട്ടിയേനെ. പക്ഷേ GSX-Rൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കടന്നു പിടിക്കണം. എന്തായാലും അടിപൊളിയായിട്ട് വണ്ടി. അതായത് ഞാൻ പറയുന്നത് ഇപ്പം കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, 35-40 വയസ്സൊക്കെ ആയിട്ട് നമുക്ക് സ്പോർട്സ് ബൈക്ക് ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ ഒരു ത്രില്ലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനായിരുന്നു. നിങ്ങൾ പോയി വലിയ ടൂറിംഗ് ബൈക്കോ അഡ്വഞ്ചർ ബൈക്കോ അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇവനെ എടുത്താൽ മതി. GSX-1000 അത്യാവശ്യം നല്ല കൊടുക്കാച്ച ഫീലുണ്ട്. അത്യാവശ്യം നല്ല ഫീലൊന്നല്ല, കൊടുക്കത്തെ ഫീലും നല്ല കംഫർട്ടും ഉണ്ട്. ഞാൻ കണ്ടില്ല, ഭയങ്കര അപ്രൈറ്റ് ആയിട്ടായിരിക്കുന്നത്. എനിക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു ഞങ്ങളല്ലേ നമ്മൾ നല്ല ഡോമിനാറിനേക്കാളൊക്കെ അപ്രൈറ്റാണ്, അത്രയും നല്ല ഇതാണ് നമ്മുടെ പൊസിഷൻ. പിന്നെ കണ്ടോ guys, ഇതൊരു നമ്മളൊരു 4th ഗിയറിലൊക്കെ 4th പോട്ടെ 5th 6th ഇട്ടാൽ നമുക്ക് ഏതാണ്ട് ഞാൻ കാണിച്ചുതരാം. 6th ഇട്ടിട്ട് 40 പോകാം. അതൊക്കെ എന്തെങ്കിലും പറ്റുമോ, എവിടെയും പറ്റുമല്ല. വേറെ ഏതെങ്കിലും സൂപ്പർ ബൈക്കല്ലേ, വേറെ ഏതെങ്കിലും വലിയ 1000 cc പറ്റുമല്ലോ. അതല്ലേ 40 ഞാൻ പോകുന്നത് 6ാമത്തെ ഗിയറിൽ. ഒരു പ്രശ്നമില്ല വണ്ടിക്ക്. ഞാൻ അറിയുന്നത് എപ്പോൾ തിരിച്ചാൽ വണ്ടി അപ്പം പവർ ചോദ്യം തോന്നും. അതാണ് അതിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ദുക്കാട്ടിയിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഷോർട്ട് ഗിയറിങ് ആണ് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ പാത വളയ്ക്കാൻ മാതിരി ഷിഫ്റ്റിംഗ് ആണ്. അല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ 5th ഇട്ടിട്ട് 40 പോകുന്നത് ഇവിടെ. ഇതൊക്കെ സ്മിത്ത് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാനിപ്പോൾ ജോലി സ്ഥലത്തോട്ടല്ല, ഞാൻ വീട്ടിലോട്ട് കയറിയിട്ട് ഞാനിത് സർവീസ് ചെയ്യാൻ വേണ്ടി ലീവ് കൊടുത്തത്. നമുക്ക് രസമല്ല. ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയത്താണെങ്കിൽ പോലും ഞാൻ ഡോമിനാറൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പെരുന്നമണ്ണേ പോകണമായിരുന്നു. ഞാൻ ലീവ് എടുത്ത് കൊടുത്തത് ആ ഒരു ദിവസം നമ്മൾ മാത്രം ആ ഒരു കണക്ഷൻ, ആ ഒരു ഫീല്, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് കേട്ടോ അവിടെ ബണ്ണിങ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലെ ഹാർഡ്വെയർ കടയൊക്കെ പോലെ പെയിൻറ്റ് കടയൊക്കെ പോലെ ഇവിടുത്തെ എല്ലാ സാധനവും കിട്ടുന്ന കടയും ബണ്ണിങ്സ്. ഈ ഒറ്റ കടയിൽ വന്നാൽ മതി, ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലേക്കുള്ള ഫുൾ നമുക്ക് വീട് മെഴുക്കി പണിയാനുള്ള സാധനങ്ങൾ. അങ്ങനെ ഞാൻ മെയിൻ റോഡ് കയറാൻ പോവുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ വീട്ടിലെത്തും. ചുമ്മാതല്ലേ ഇവന്മാർ എനിക്ക് ട്രാക്ഷൻ 5 ഇട്ട് തന്നു. അതാണ് പറ്റിയത്, അതാണ് വണ്ടിക്ക് ഭയങ്കര സ്മൂത്ത്നെസ്. ഞാൻ വിചാരിച്ചു എന്ത് വണ്ടി ഇപ്പം അങ്ങോട്ട് പോയ വണ്ടിയല്ലല്ലോ ഇങ്ങോട്ട് വന്നേന്ന്, ഭയങ്കര കൺട്രോള്. എനിക്ക് ട്രാക്ഷൻ അധികം കൂട്ടിയിടുന്ന ഇഷ്ടമല്ല. എനിക്ക് നല്ലതാണ്, നമ്മളൊരു എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ വരുമ്പോൾ നല്ലതാണ് ആക്ച്വലി. പക്ഷേ ഫീല് ഇപ്പം ഞാൻ പറയില്ല ഡുക്കാട്ടി ഇതും കൂടെ എനിക്ക് അടുത്ത വെയിൻ വ്യത്യാസം തോന്നി. ഞാൻ പറയുന്നത് ഇവൻ IMU ഒന്നുമില്ല, കോർണറിങ് ABS ഇല്ല, IMU ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ഭയങ്കര റോ വണ്ടിയാണ്. ABS ഉണ്ടെന്നേ ഉള്ളൂ, ABS ഉണ്ട്, ട്രാക്ഷൻ ഉണ്ട്, വേറൊരു സാധനമില്ല വണ്ടിക്ക്. അപ്പോൾ മറ്റേ ഡുക്കാട്ടിക്കൊക്കെ 6 ആക്സിസ് IMU ഉള്ളതുകൊണ്ട് ഭയങ്കര കൺട്രോളിങ്. ഞാൻ ഇലക്ട്രോണിക് ആയിട്ട് വണ്ടി മൊത്തം അതിൽ ഇലക്ട്രോണിക് കൺട്രോളിലാണ് പോകുന്നത്. ഞാൻ ഇവിടെ വന്ന് കുറേ ഇങ്ങനത്തെ ഡുക്കാട്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിച്ചപ്പോൾ അപ്പുറത്തേക്ക് ഓടിച്ചപ്പോൾ ഈ ഒരു IMU ഈ ഇലക്ട്രോണിക് എയ്ഡ്സ് ഭയങ്കരമല്ലേ. ഡുക്കാട്ടി ട്രാക്ഷൻ കൺട്രോൾ, ഡുക്കാട്ടി വീലി കൺട്രോൾ, പിന്നെ എന്തൊക്കെയാണ് ഇല്ലാത്ത എഞ്ചിൻ മോഡ്, കോർണറിങ് ABSൻ്റെ മോഡ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഫീലേ ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ ടെസ്റ്റിലൊക്കെ പോലല്ലേ എല്ലാവരും, എനിക്കറിയത്തില്ല ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്ന ഒറ്റയില്ല, ഒന്നും ഒരു ഫീലില്ലല്ലോ. ഹൈവേക്ക് മുകളിൽ കേട്ടോ, അങ്ങനെ ഹൈവേ കൊണ്ടുപോകണം. എനിക്കിതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
ഒരു സൗണ്ടില്ല, ആ എക്സോസ്റ്റ് സൗണ്ട് മാത്രം, വേറൊരു സാധനമില്ല വണ്ടിക്ക്. വൈബ്രേഷൻ എന്ന് പറഞ്ഞ സാധനം സീറോ വൈബ്രേഷൻ, 0%. പിന്നെ സുസുക്കിയുടെ K5 എഞ്ചിന് വണ്ടിക്കകത്ത് വരുന്നത്. GSXR-നകത്തൊക്കെ പണ്ട് സുസുക്കി യൂസ് ചെയ്യുന്ന ഒരു പൈറ്റത്ത് തെളിഞ്ഞ സുസുക്കിയുടെ ഒരു ഭയങ്കര ക്യാരക്ടറുള്ളൊരു ഇൻലൈൻ 4 എഞ്ചിനാണ്. ആ K5 ബേസ്ഡ് എഞ്ചിനാണ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയാനുണ്ട്, ആ ഒരു K5-ൻ്റെ ഫീല്. ഇന്ന് രാവിലെ ആ ചാറ്റമഴ നനഞ്ഞ് തണുപ്പത്ത് അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു ഫീല് എനിക്ക് നാട് ഓർമ്മ വന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ ബൈക്കും കൊണ്ടൊക്കെ നമ്മൾ ജാക്കറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ മലയുടെ മുകളിൽ കോടയ്ക്കകത്തും ഈ വാൾപ്പാറയൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും തണുത്ത് നനഞ്ഞ് കുളിച്ച് പോയി അവിടെ ചെന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം, നാട്ടിൽ നമ്മുടെ മഴയും കട്ടൻ ചായയും കോടമഞ്ഞും അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഒരു ഭയങ്കര ഫീൽ തന്നെ. അപ്പോൾ ആ ഒരു ഇതിലേക്ക്, ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി ഞാൻ അതിനകത്ത് മഴയത്ത്, ആ ഒരു മഴയും തണുപ്പ് വന്നപ്പോൾ. അപ്പോൾ ശരി, അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്.